നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. അമ്മത്തൊട്ടിലെത്തി 600ാമത്തെ കൺമണി ഋതുവെന്ന് പേരിട്ട മന്ത്രി വീണ ജോർജ്. ഗുജറാത്തിലെ ഗെയിമിംഗ് സെന്ററിൽ വൻ തീപിടുത്തം, 22ലേറെ പേർ വെന്തു മരിച്ചു. സർക്കാർ 900 കോടി രൂപ അനുവദിച്ചു. ക്ഷേമ പെൻഷൻ ബുധനാഴ്ച മുതൽ. ന്യൂസ് ക്ലിക്ക് കേസ് 5 പേർക്ക് ഡൽഹി പോലീസ് സമൻസ്. തെറ്റിദ്ധാരണയുണ്ടായതിൽ മാപ്പ്. ശബ്ദ സന്ദേശത്തിൽ അനിമോന്റെ കുറ്റസമ്മതം. 4 വർഷ ബിരുദം സർവകലാശാല തല ബോധവൽക്കരണത്തിന് 27-ന് തുടക്കം. പോൾ ചെയ്ത വോട്ടുകളുടെ ലോക്സഭാ മണ്ഡലതലം കണക്ക് പുറത്തുവിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. ഗുജറാത്തിലെ രാജ്കോട്ടിൽ ഗെയിമിംഗ് സെന്ററിൽ വൻ തീപിടുത്തം, 22 പേർ മരിച്ചു. കെട്ടിടത്തിനുള്ളിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. കുടുങ്ങിക്കിടക്കുന്നവരിൽ കുട്ടികളുമുണ്ടെന്നാണ് സംശയിക്കുന്നത്. തീയണക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഗുജറാത്ത് സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിട്ടു. അപകടം താൽക്കാലികമായി നിർമ്മിച്ച ഗെയിമിംഗ് സെന്ററിൽ ഉടമ യുവരാജ് സിംഗ് സോളങ്കിയെ അറസ്റ്റ് ചെയ്തു. ന്യൂസ് ക്ലിക്ക് വാർത്താ പോർട്ടലിന് എതിരായ കേസിൽ അമേരിക്കൻ വ്യവസായി നെവിൽ റോയ് സിംഗം ഉൾപ്പെടെ 5 പേർക്ക് സമൻസ് അയച്ചു ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ. നെവിൽ റോയ് സിംഗത്തിന് പുറമെ അദ്ദേഹത്തിന് ബിസിനസ് പങ്കാളിയായ ജാസൺ ഫെച്ചർ നെയ്പൂരിനെ വേദിയായ ഡ്രൈകോണ്ടിന്റൽസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ വിജയ് പ്രസാദ്, ന്യൂസ് ക്ലിക്കിൽ സ്ഥിരമായി റിപ്പോർട്ടുകൾ നൽകിയിരുന്ന മാധ്യമപ്രവർത്തകരായ ആനന്ദ് മാഗ്നലെ, പവൻ കുൽക്കർണി എന്നിവയ്ക്കും സമൻസുകൾ അയച്ചിട്ടുണ്ട്. നേരത്തെ ന്യൂസ് ക്ലിക്ക് സ്ഥാപകനും മുതിർന്ന മാധ്യമപ്രവർത്തകരുമായ പ്രബീർ പൂർക്കസ്റ്റിയെ UAPA കേസിൽ അറസ്റ്റ് ചെയ്ത ഡൽഹി പോലീസിന്റെ നടപടി സുപ്രീം കോടതി റദ്ദാക്കുകയായിരുന്നു. ബാർ ഉടമകളുടെ പണപ്പിരിവ് സംബന്ധിച്ച് താൻ അയച്ച ശബ്ദ സന്ദേശ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയെന്നും താൻ ഉദ്ദേശിച്ച അർത്ഥമല്ലാത്ത പുറത്തു വന്നതെന്നും ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷൻ ഇടുക്കി മുൻ ജില്ലാ പ്രസിഡന്റ് അനിമോൻ. ശബ്ദ സന്ദേശം സർക്കാരിനും ഭരണമുന്നണിക്കും എതിരെ ആരോപണം ഉണ്ടാക്കാൻ ഇടയാക്കി. പണപ്പിരിവ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആസ്ഥാന മന്ദിരത്തിന് വേണ്ടിയായിരുന്നു. സംഘടനാ യോഗത്തിൽ പ്രസിഡന്റ് തന്നെ ഭീഷണിപ്പെടുത്തുന്ന നിലപാട് സ്വീകരിച്ചതിനാലാണ് ശബ്ദ സന്ദേശം ഇട്ടത്. ആ സമയത്തെ മാനസികാവസ്ഥയിൽ പറഞ്ഞതൊന്നും ഉദ്ദേശിച്ചത് പോലെയായില്ലെന്നും താൻ മൂലം ഉണ്ടായ ബുദ്ധിമുട്ടുകൾ ഖേദം പ്രകടിപ്പിക്കുന്നതായും അനിമോൻ പറഞ്ഞു. ബാർ ഉടമകൾക്ക് പ്രത്യേകമായി അയച്ച വാട്സപ്പ് സന്ദേശത്തിലാണ് അനിമോന്റെ കുറ്റസമ്മതം. അസോസിയേഷന്റെ യോഗത്തിൽ പ്രസിഡന്റും ചില അംഗങ്ങളും ആക്ഷേപിച്ചു. ബഹളത്തിനിടെ ഒരാൾ പോലും എന്റെ കൂടെ ഉണ്ടായില്ല. താൻ പുറത്താക്കിക്കൊള്ളുമെന്ന് പറഞ്ഞ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് കെടുത്തി ഇറക്കിവിട്ട എന്ന വികാരത്തിൽ നിന്നുമാണ് തെറ്റിദ്ധാരണയ്ക്ക് ഇടയായ കാര്യങ്ങൾ പറഞ്ഞതെന്നും അനിമോൻ സന്ദേശത്തിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ. സംസ്ഥാന ശിശുക്ഷേമ സമിതി തിരുവനന്തപുരത്ത് സ്ഥാപിച്ചിട്ടുള്ള അമ്മത്തൊട്ടിലിൽ 600ാമത്തെ കൺമണി എത്തി. ശനിയാഴ്ച പകൽ 11:40 7 ദിവസം പ്രായം തോന്നിക്കുന്ന 3.5 കിലോഗ്രാം ഭാരമുള്ള പെൺകുഞ്ഞ് സമിതിയുടെ ദത്തെടുക്കൽ കേന്ദ്രത്തിൽ പരിചരണയ്ക്കായി എത്തിയത്. വെള്ളിയാഴ്ച സമിതി സംഘടിപ്പിച്ചു വരുന്ന കിളിക്കൂട്ടം അവധിക്കാലം ക്യാമ്പിലെത്തിയ മന്ത്രി വീണ ജോർജ് ജന്മം കൊടുത്ത കുരുന്നുകളെ സ്വയം നശിപ്പിക്കാതെ സർക്കാരിന് കൈമാറണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ശനിയാഴ്ച പകൽ സമയത്ത് പുതിയ അതിഥിയുടെ വരവ്. സർക്കാരിന്റെ സംരക്ഷണയിലേക്ക് കുട്ടിയെത്തിയ വിവരം ജനറൽ സെക്രട്ടറി GL അരുൺഗോപി മന്ത്രിയെ അറിയിക്കുകയായിരുന്നു. ജീവനെ നശിപ്പിക്കാതെ അമ്മത്തൊട്ടിലിൽ എത്തിച്ച അജ്ഞാത വ്യക്തിയെ അഭിനന്ദിക്കുകയും കുട്ടിക്ക് ഋതു എന്ന് പേരിടുകയും ചെയ്തു. അതിഥിയുടെ വരവ് അറിയിച്ചുകൊണ്ട് ദത്തെടുക്കൽ കേന്ദ്രത്തിൽ ബീപ് സന്ദേശം എത്തിയ ഉടൻ തന്നെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നേഴ്സും ആയമാരും സുരക്ഷാ ജീവനക്കാരും ചേർന്ന് ദത്തെടുക്കൽ കേന്ദ്രത്തിൽ എത്തിച്ച കുഞ്ഞ് ആരോഗ്യ പരിശോധനകൾക്കായി തൈക്കാട് കുട്ടികളുടെയും സ്ത്രീകളുടെയും ആശുപത്രിയിൽ എത്തിച്ചു. പൂർണ്ണ ആരോഗ്യവതിയായ കുരുന്ന് സമിതിയുടെ തിരുവനന്തപുരം ദത്തെടുക്കൽ കേന്ദ്രത്തിൽ പരിചരണയിലാണ്. തിരുവനന്തപുരം അമ്മത്തൊട്ടിലിൽ മെയ് മാസം ലഭിക്കുന്ന 3ാമത്തെ കുട്ടിയും ഈ ആഴ്ചയിൽ ലഭിക്കുന്ന 2ാമത്തെ കുഞ്ഞുമാണ് ഋതു. 1 വർഷത്തിനിടയിൽ തിരുവനന്തപുരത്ത് അമ്മത്തൊട്ടിൽ വഴി ലഭിക്കുന്ന 14ാമത്തെ കുട്ടിയും 5ാമത്തെ പെൺകുഞ്ഞുമാണ്. 2024 ഇതുവരെയായി 25 കുഞ്ഞുങ്ങളാണ് അനാഥാലയത്തിൽ നിന്നും സനാതത്വത്തിലേക്ക് പുതിയ മാതാപിതാക്കളുടെ കയ്യും പിടിച്ച് സമിതിയിൽ നിന്നും യാത്രയായത്. കുഞ്ഞിന്റെ ദത്തെടുക്കൽ നടപടിക്രമങ്ങൾ ആരംഭിക്കേണ്ടതിനാൽ അവകാശികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ സമിതി അധികൃതരുമായി അടിയന്തിരമായി ബന്ധപ്പെടണമെന്ന് ജനറൽ സെക്രട്ടറി GL അരുൺഗോപി അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ. CK ശേഖരൻ മാസ്റ്റർ അനുസ്മരണവും പുരസ്കാര സമർപ്പണവും നടത്തി. പയ്യന്നൂർ അന്നൂർ സഞ്ജയൻ സ്മാരക ഗ്രന്ഥാലയം സാരഥിയും
അധ്യാപക അവാർഡ് ജേതാവുമായിരുന്ന CK ശേഖരൻ മാസ്റ്ററുടെ 12ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് സഞ്ജയൻ സ്മാരക ഗ്രന്ഥാലയത്തിൽ അനുസ്മരണ സമ്മേളനവും പുരസ്കാര സമർപ്പണവും സംഘടിപ്പിച്ചു. TA മധുസൂദനൻ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ മികച്ച ഗ്രന്ഥശാല പ്രവർത്തകന് ജില്ലാ ലൈബ്രറി കൗൺസിൽ മുഖേന ഗ്രന്ഥാലയം നൽകി വരുന്ന ശേഖരൻ മാസ്റ്റർ പുരസ്കാരം കുറ്റ്യാട്ടൂർ വേശാല നവപ്രഭ ഗ്രന്ഥാലയം സാരഥി EP വേശാലയ്ക്ക് MLA സമ്മാനിച്ചു. മികച്ച പൊതുപ്രവർത്തനമുള്ള C നാരായണൻ സ്മാരക പുരസ്കാരം K രാമചന്ദ്രൻ ഏറ്റുവാങ്ങി. ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി PK വിജയൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ISRO റിട്ടയർഡ് സയന്റിസ്റ്റും ഗ്രന്ഥകാരനുമായ BP ബാല ഗംഗാധരൻ സ്മാരക പ്രഭാഷണം നടത്തി. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി K ശിവകുമാർ, ലൈബ്രറി കൗൺസിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം YV സുകുമാരൻ, നഗരസഭാ കൗൺസിലർ KK അശോക് കുമാർ, ഗ്രന്ഥാലയം പ്രസിഡന്റ് VM ദാമോദരൻ എന്നിവർ ആശംസകൾ നേർന്നു. EPR വേശാല K രാമചന്ദ്രൻ എന്നിവർ മറുപടി പ്രസംഗത്തിൽ നടത്തി. CK ഹരീന്ദ്രൻ സ്വാഗതവും UK രാജേഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. സിറ്റി സീനിയർ കേഡറ്റുകളുടെ സംയുക്ത തലശ്ശേരി ASP KS ഷഹൻഷാ സല്യൂട്ട് സ്വീകരിച്ചു. തലശ്ശേരി പോലീസ് ഇൻസ്പെക്ടർ വിജു ആന്റണി, പിണറായി SI വിഷ്ണുപ്രസാദ്, വേങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് K ഗീത, SPC കണ്ണൂർ സിറ്റി അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് നോഡൽ ഓഫീസർ രാജേഷ്, SPC പ്രൊജക്ട് അസിസ്റ്റന്റ് CM ജയദേവൻ, N വിജിന, KP മനോജ് കുമാർ, M തുഷാര, KV കരുണാകരൻ, K വിനീതൻ തുടങ്ങിയവർ സംസാരിച്ചു. കോട്ടയം രാജാസ് ഹൈസ്കൂൾ, പാതിരാട് തലശ്ശേരി സെന്റ് ഹയർ സെക്കൻഡറി, തലശ്ശേരി സെക്കൻഡ് ഹെഡ് ഗേൾസ് ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി മമ്പറം ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ സ്കൂളിൽ നിന്നും 176 SPC കേഡറ്റുകളാണ് 8 പ്ലാറ്റൂണുകളായി സംയുക്ത പാസിംഗ് ഔട്ട് പരേഡിൽ അണിനിരന്നത്. 4 വർഷ ബിരുദ കോഴ്സുകളിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ വിവിധ സർവകലാശാലകൾ അതിദ്രുതം പൂർത്തിയാക്കി വരികയാണെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ R ബിന്ദു പറഞ്ഞു. വിവിധ സർവകലാശാലകൾ കേന്ദ്രീകരിച്ച് കോളേജ് പ്രിൻസിപ്പൽമാർക്കും അക്കാദമിക് കോർഡിനേറ്റർമാർക്കും പുതിയ സംവിധാനത്തെപ്പറ്റി അവബോധം നൽകുന്ന പരിപാടിക്ക് മെയ് 27 തുടക്കമാവുമെന്നും മന്ത്രി അറിയിച്ചു. കാലിക്കറ്റ് സർവകലാശാലയിൽ കീഴിലെ വാളാഞ്ചേരി MES KVM കോളേജിലാണ് സംസ്ഥാനതല പരിപാടിക്ക് തുടക്കമാവുന്നത്. സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ MK ജയരാജന്റെ അധ്യക്ഷതയിൽ മന്ത്രി ഡോക്ടർ R ബിന്ദു പരിപാടി ഉദ്ഘാടനം ചെയ്തു. ES പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ പ്രഭാഷണം നിർവഹിക്കും. കാലിക്കറ്റ് സർവകലാശാലയിലെ എല്ലാ അഫിലിയേറ്റഡ് കോളേജുകളിലെയും പ്രിൻസിപ്പൽമാരും അക്കാദമിക് കോർഡിനേറ്റർമാരും പരിപാടിയിൽ പങ്കെടുക്കും. കേരള സംസ്ഥാന ഫയർ എഡ്യൂക്കേഷൻ റിഫോഴ്സ് ഇംപ്ലിമെന്റേഷൻ സെൽ അംഗങ്ങളായ ഡോക്ടർ K സുധീന്ദ്രൻ, ഡോക്ടർ ഷെഫീഖ് V എന്നിവരും അവതരണങ്ങൾ ഉണ്ടാവും. സർവകലാശാല പ്രൊഫസർ വൈസ് ചാൻസലർ, സിൻഡിക്കേറ്റ് അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിക്കും. ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ. ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാനായി സർക്കാർ 900 കോടി രൂപ അനുവദിച്ചു. ഇമാസം 29 മുതൽ പെൻഷൻ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. പെൻഷൻ നേരിട്ട് ലഭിക്കുന്നവർക്ക് സഹകരണ സ്ഥാപനങ്ങൾ വഴിയും അല്ലാതെയുള്ളവർക്ക് ബാങ്ക് അക്കൗണ്ട് വഴിയും തുക ലഭിക്കും. 1600 രൂപയാണ് ഒരു മാസത്തെ പെൻഷൻ. 64 ലക്ഷം പേരാണ് പെൻഷൻ ഡാറ്റാബേസിലുള്ളത്. ഗൂഗിൾ മാപ്പ് നോക്കി വിനോദസഞ്ചാരികളുടെ കാർ കോട്ടയത്ത് തോട്ടിൽ വീണു. യാത്രക്കാരെ രക്ഷിച്ചു. ഹൈദരാബാദ് സ്വദേശികളായ കാറാണ് കുറുപ്പത്ര കടവ് പാലത്തിന് സമീപം അപകടത്തിൽപ്പെട്ടത്. ഇന്ന് പുലർച്ചെ 3 മണിയോടെയായിരുന്നു സംഭവം. 4 പേരാണ് കാറിലുണ്ടായിരുന്നത്. യാത്രക്കാരും നാട്ടുകാരും പോലീസും ചേർന്ന് രക്ഷപ്പെടുത്തി. അപകടത്തിൽ ആർക്കും പരിക്കില്ല. എന്നാൽ കാർ പൂർണ്ണമായും തോട്ടിൽ മുങ്ങിപ്പോയി. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് കാർ പുറത്തെടുത്തത്. ഗൂഗിൾ മാപ്പ് നോക്കി യാത്ര ചെയ്യുകയായിരുന്നു. അപകടം വഴി പരിചയമില്ലാത്തതിനാൽ മാപ്പിൽ കാണിച്ചതനുസരിച്ച് വാഹനം ഇടത്തോട് തിരിച്ചപ്പോൾ തോട്ടിൽ വീഴുകയായിരുന്നു. മുന്നാറിൽ നിന്നും ആലപ്പുഴയ്ക്ക് വരികയായിരുന്നു ഇവർ. ആദ്യ 5 ഘട്ടത്തിൽ പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം ലോക്സഭാ മണ്ഡലം തിരിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടു. കേരളത്തിൽ കോട്ടയത്താണ് ഏറ്റവും കുറവ് പോളിംഗ്. വടകരയിലാണ് കൂടുതൽ പോളിംഗ്. ഏപ്രിൽ 19 മുതൽ മെയ് 20 വരെയുള്ള ഘട്ടങ്ങളിൽ വോട്ടെടുപ്പ് നടന്ന മണ്ഡലങ്ങളിലെ കണക്കാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചത്. വിവിധ ഘട്ടങ്ങളിലെ അന്തിമ പോളിംഗ് ശതമാനം പ്രസിദ്ധീകരിക്കാൻ വൈകുന്നതും ചെയ്ത വോട്ടുകളുടെ കൃത്യമായ എണ്ണം വെളിപ്പെടുത്താത്തതും വലിയ വിവാദവും പ്രതിഷേധവും ഉയർത്തിയിരുന്നു. 102 മണ്ഡലങ്ങൾ പോൾ നടന്ന ഒന്നാം ഘട്ടത്തിൽ 66.14%, രണ്ടാം ഘട്ടത്തിൽ 88 മണ്ഡലത്തിലാണ് പോളിംഗ് നടന്നത്, 66.71%, മൂന്നാം ഘട്ടത്തിൽ 93 മണ്ഡലത്തിലായി 65.68%, നാലാം ഘട്ടത്തിൽ 96 മണ്ഡലത്തിലായി 69.16%, അഞ്ചാം ഘട്ടത്തിൽ 49 മണ്ഡലത്തിലായി 62.20% പേർ വോട്ട് രേഖപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് പ്രക്രിയക്കെതിരെ തെറ്റായതും
ദുരുദ്ദേശപരമായ പ്രചരണം നടക്കുന്നതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പത്രക്കുറിപ്പിൽ ആരോപിച്ചു. രേഖപ്പെടുത്തിയ വോട്ടുകളുടെ എണ്ണത്തിൽ ക്രമക്കേട് നടത്തുക അസാധ്യമാണ്. ലോക്സഭാ മണ്ഡലം തലം 17C ഫോമിൽ മാറ്റം വരുത്താനാവില്ല. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ഏജന്റുമാർക്ക് ഓരോ റൗണ്ടിലും ഇത് ഒത്തുനോക്കാം. രേഖപ്പെടുത്താവുന്ന വോട്ടുകളുടെ എണ്ണം ആപ്പ് വഴി യഥാസമയം ലഭ്യമാക്കിയെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവകാശപ്പെട്ടു. ലവ് ഇൻ സിംഗപ്പൂർ പ്രദർശിപ്പിച്ചു. ബിജു ആൻ്റണിയുടെ 3ാം ചരമവാർഷികത്തിൻ്റെ ഭാഗമായി ജയൻ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ലവ് ഇൻ സിംഗപ്പൂർ സിനിമ പ്രദർശിപ്പിച്ചു. ചലച്ചിത്ര അക്കാദമി കണ്ണൂർ മേഖലാ കേന്ദ്രത്തിൻ്റെ APJ ലൈബ്രറിയും സഹകരണത്തോടെ സംഘടിപ്പിച്ച പരിപാടി ചലച്ചിത്ര അക്കാദമി റീജിയണൽ കോർഡിനേറ്റർ PK ബോയിച്ചു ഉദ്ഘാടനം ചെയ്തു. ജയൻ സാംസ്കാരിക പ്രസിഡന്റ് P ജിനീഷ് അധ്യക്ഷനായി, KV തമ്പാൻ, C മാധവൻ എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി രാജീവൻ കാട്ടാമ്പള്ളി സ്വാഗതവും PK രതീഷ് നന്ദിയും പറഞ്ഞു. നവകേരളം നവമുക്കുളം 200 യൂറിക്ക ബാലവേദികൾ ജൂൺ 1 കണ്ണൂരിൽ പ്രവർത്തിക്കും. ശാസ്ത്രസാഹിത്യ പരിഷത്തിൻ്റെ നേതൃത്വത്തിലാണ് ബാലവേദികൾ രൂപീകരിക്കുന്നത്. പരിഷത്തിൻ്റെ ബാലവേദി ക്യാമ്പ് സയൻസ് പാർക്കിൽ സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. ബാലവേദി പ്രവർത്തക സഹായ ബിനോയ് കുര്യൻ സയൻസ് പാർക്ക് ഡയറക്ടർ ജ്യോതി കേളത്തിൽ നൽകി പ്രകാശനം ചെയ്തു. പുസ്തകം പരിചയപ്പെടുത്തിക്കൊണ്ട് പരിഷത്തിൻ്റെ സംസ്ഥാന ട്രഷറർ PP ബാബു സംസാരിച്ചു. ശാസ്ത്ര പഠനവും ലക്ഷ്യവും എന്ന വിഷയത്തിൽ പ്രൊഫസർ K പാപ്പുട്ടി കുട്ടികളോട് സംവദിച്ചു. OC ബേബിലത, KP പ്രദീപ്കുമാർ, ബാലവേദി ജില്ലാ കൺവീനർ ഗിരീഷ് കോയിപ്ര, ജില്ലാ സെക്രട്ടറി PT രാജേഷ് എന്നിവർ സംസാരിച്ചു. പാനൂരിൽ നടക്കുന്ന അധ്യാപകർക്കുള്ള ബാലവേദി പരിശീലന ക്യാമ്പ് ചണ്ടയാട് UP സ്കൂളിൽ കൂത്തുപറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് R ഷീല ഉദ്ഘാടനം ചെയ്തു. വോട്ടെണ്ണൽ സജ്ജീകരണങ്ങൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിലയിരുത്തി. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണലിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കോൺ വിലയിരുത്തി. വോട്ടെണ്ണൽ കേന്ദ്രമായ ചിണ്ടയ്ക്ക് കണ്ണൂർ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം ചേരുകയും തുടർന്ന് ക്രമീകരണങ്ങൾ പരിശോധിക്കുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മാർഗ്ഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് വോട്ടെണ്ണൽ കൃത്യമായും കുറ്റമറ്റ രീതിയിൽ നടത്തണമെന്ന് അദ്ദേഹം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. പോളിംഗ് ഒരുവിധ പരാതികൾക്കും ഇടവരാതെ വിധം പൂർത്തീകരിക്കാൻ സാധിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. CH ഭാഷ മാസ്റ്റർ പുരസ്കാരം PVK പനയാലിനെ. അധ്യാപകനും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനമായിരുന്ന CH ഭാഷ മാസ്റ്ററുടെ അനുസ്മരണാർത്ഥം ചിറക്കൽ ഗാന്ധിജി റൂറൽ ലൈബ്രറി ഏർപ്പെടുത്തിയ സാഹിത്യ പുരസ്കാരം പ്രമുഖ എഴുത്തുകാരൻ PVK പനയാലിന് ലഭിച്ചു. നാടകകൃത്ത്, നോവലിസ്റ്റ്, വിവർത്തകൻ, ഗ്രന്ഥലോകം ചീഫ് എഡിറ്റർ എന്നീ നിലകളിൽ മലയാളത്തിൻ്റെ സാംസ്കാരിക ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ് PVK പനയാൽ. നാളെ ഗാന്ധിജി റൂറൽ ലൈബ്രറി ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ തുറമുഖ പുരാവസ്തു മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി അവാർഡ് സമ്മാനിക്കും. ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത